കിച്ചു ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു, അവനെ കെട്ടിപ്പിടിക്കുമായിരുന്നു, അവനെ എടുക്കത്തില്ല, അവന് ഇച്ചിരി ആളുണ്ടായിരുന്നു, അവനെ അവന് ഓർമ്മയുണ്ട്, അവനെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. മതി 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 മതി, അവിടെ നിർത്ത്. സാറ്റ് കളി, അതോടൊപ്പം തന്നെ കിച്ചുവിനെ പാട്ടുപാടി ഉറക്കുമായിരുന്നു. പിന്നെ അതുമല്ല 11 വയസ്സുള്ള ചെറുക്കനെ കുളിപ്പിക്കുമായിരുന്നു. എന്നാ തള്ളാണ് തള്ളുന്നത്. പൊന്നെ, രേണുവിന്റെ ഭാഗം വെളുപ്പിക്കാൻ വേണ്ടി തള്ളുകളുടെ അങ്ങേയറ്റമാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കിച്ചു വന്ന് ഈ പറയുന്ന രേണുവിന്റെ കയ്യിൽ നിന്നും അവരുടെ കുടുംബത്തിലുള്ളവരുടെ കയ്യിൽ നിന്നും സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞതോടുകൂടി തന്നെ ഇവർക്ക് നിക്കക്കണ്ണിയില്ല. അപ്പൊ പിന്നെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കിച്ചുവിനെ അടിച്ച് താഴ്ക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പിന്നെ രേണു പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക് നിങ്ങളാണ്. ഓക്കെ, ഈ കിച്ചുവിനെ കുറിച്ചാണ് പുള്ളിക്കാരി ആദ്യമേ പറയുന്നത്. കിച്ചുവിനെ കുറിച്ച് വാതുവരാതെ പറയുകയാണ്. അതിൻ്റെ അകത്ത് ഈ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അതാണ് ആദ്യമേ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. 11 വയസ്സുള്ള കിച്ചുവിനെ സ്നേഹത്തോടെ കുളിപ്പിച്ച ആ ഒരു കഥയും അത് കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞ ഒരു കഥയും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കാര്യം കിട്ടത്തുള്ളൂ. അപ്പം ചേച്ചി 11 വയസ്സുള്ള ചെറുക്കനെ കിട്ടിയപ്പോൾ സാറ്റ് കളിച്ചതും കൂടെ കളിപ്പിച്ചതും ഉറക്കിച്ചതും അതോടൊപ്പം തന്നെ പിന്നെ എന്തായിരുന്നു കുളിപ്പിച്ചതും ഒക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ? ഓക്കെ, ചേച്ചി പറഞ്ഞു. രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞോളൂ. ഇന്നീ നിമിഷം വരെ ഞാൻ സമയത്ത് ഒരു അകൽച്ച കാണിച്ചു. എനിക്കറിയില്ല. ഓക്കെ ശരി, പറയാം. ഒരു റൂമില് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒറ്റയ്ക്കായിരുന്നു. അവന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെ വളച്ചൊടിച്ച് പലരും എന്തെങ്കിലും ഹെൽപ്പ് ഇല്ലെങ്കിൽ മെന്റൽ ഹെൽപ്പ് ആണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞു. ആ സമയത്ത് കുറെ സപ്പോർട്ടേഴ്സും വന്നിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെ ചേച്ചി പറയാം. 11 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയെ കിച്ചുവിനെ സുധിച്ചേട്ടൻ എനിക്ക് തന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചത്. ഇത്രേ ഉള്ളൂ കിച്ചു വന്ന്. ഞാൻ ആകെ ഇച്ചിരേ ഉള്ളൂ. ആകെ നിങ്ങൾക്കറിയാലോ എൻ്റെ എത്രയുണ്ടോ ഇച്ചിരേ ഉള്ളൂ ഞാൻ. കിച്ചു ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു, അവനെ കെട്ടിപ്പിടിക്കുമായിരുന്നു, അവനെ എടുക്കത്തില്ല, അവന് ഇച്ചിരി ആളുണ്ടായിരുന്നു, അവന് ഓർമ്മയുണ്ട്, അവനെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. വീട്ടിലോട്ട് വന്ന സമയത്ത് അതെ, അവനെല്ലാം ഓർമ്മയുണ്ട്. അവനൊന്നും മറന്നിട്ടില്ല. അവനെ പിന്നെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. 11 വയസ്സുള്ളപ്പോഴാണ് സുധിച്ചേട്ടൻ കൊണ്ടു കൊടുത്തതും അമ്മയെന്ന് വിളിച്ചതും എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. 11 വയസ്സുള്ള പയ്യനെ കുളിപ്പിച്ച ഈ അമ്മ രേഷ്മ പി തങ്കച്ചൻ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന കിച്ചുവിന് മെന്റൽ സപ്പോർട്ട് കൊടുത്തില്ല, അവനൊരു മുറിക്കുള്ളിൽ തന്നെ ആയിരുന്നു, അവന്റെ അടുത്തോട്ട് ചോറ് കൊണ്ട് പോലും ആരും വന്നിട്ടില്ല, കൊല്ലം സുതി വരുമ്പോൾ മാത്രമേ അവന് ഇതുപോലും കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യത്തിന് ഈ രേണു കൊടുത്ത ഒരു മറുപടി ഉണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രേണു ഈ പറയുന്ന കൊല്ലം സുധിയുടെ മകനെ കുറിച്ച് പറയുന്ന യഥാർത്ഥ കാര്യം. ഈ കുളിപ്പിച്ചതും തലോടിയതും ഒന്നുമല്ല കഥ. ഇതാണ് കഥ. 18-15 വയസ്സുള്ള അത്രയും എന്നെക്കാളും വളർന്നൊരു കുട്ടി. ആ കുട്ടിയെ അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നിടത്ത് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ് ഞാൻ. അല്ല, ഇവിടെ ഇവർ പറയുന്നു മകനെ പോലെ ബഹുമാനിച്ചു എന്ന്. അവൻ എന്താ പറയുന്നത്? അവിടെ റൂമിൽ പോയി കൂടെ കിടക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അവന് വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ട് അല്ലേ, അത് കൊടുക്കാനല്ല പറഞ്ഞുള്ളൂ. അവിടെ ഇവര് പറഞ്ഞു വെക്കുന്നത് വേറൊരു രീതിയിലാണ്. അവനെ കെട്ടിപ്പിടിക്കണോ എന്ന രീതിയിലൊക്കെയാണ് ഇവര് ചോദിക്കുന്നത്. അതായിരുന്നു അവന്റെ ആവശ്യം. അതല്ലായിരുന്നല്ലോ അവന്റെ ആവശ്യം. അപ്പൊ ഇവര് പറഞ്ഞു വെക്കുകയാണ്. അവിടെ പറഞ്ഞത് 11 വയസ്സിൽ ഞാൻ കുളിപ്പിച്ചു എന്ന് പറയുന്നു, ഇവിടെ പറയുന്നു അങ്ങനെയല്ല, എന്താ അവനെ കെട്ടിപ്പിടിക്കണോ? അപ്പൊ 11ാമത്തെ വയസ്സിൽ അവനോട് തലോടി താരാട്ട് പാടി ഉറക്കിച്ചതൊക്കെ എന്തിനായിരുന്നു? ഒരമ്മ എന്ന നിലയിൽ തന്നെയല്ലേ നിങ്ങൾ അതെല്ലാം ചെയ്തത്? അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ അവന് കൊടുക്കേണ്ട മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലായിരുന്നോ? പിന്നെ നിങ്ങൾ അവനെ 11ാമത്തെ വയസ്സിൽ കുളിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നു അവനോട് എന്തിനാ അവന്റെ കൂടെ കിടക്കണോ, അവനെ കെട്ടിപ്പിടിക്കണോ, അവൻ പ്രായപൂർത്തിയായ ചെറുക്കനല്ലേ എന്നൊക്കെ നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? അവിടെയാണ് നിങ്ങളുടെ ആ ഇരട്ടത്താപ്പും നിങ്ങളുടെ ആ ഒരു ഈ പിന്നെ വൃത്തികെട്ട മെന്റാലിറ്റിയും പോകുന്നത്. നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ബാക്കി ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ, 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15-14 വയസ്സുള്ള കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? നീ അവനെ ബഹുമാനിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നീ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ. നീ എപ്പോഴും പോയി അവന്റെ മുറിയിൽ പോയി കുത്തിയിരിക്കണോ എന്നുള്ള ഒരു ചോദ്യം നീ ചോദിക്കുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് നീ ഈ കൊല്ലസുതിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കിച്ചുവിന്റെ അടുത്ത് നീ എന്ത് സ്നേഹമായിരുന്നു കാണിച്ചത്? നീ തന്നെ പറയുന്നു ഞാൻ ഊട്ടിയിട്ടുണ്ട്, ഞാൻ ഉറക്കിയിട്ടുണ്ട്, ഞാൻ താരാട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നീ പറയുന്നില്ലേ?
നീ 11 വയസ്സ് തൊട്ട് നീ ചെയ്ത കാര്യങ്ങളാണെന്നല്ലയോ നീ പറയണേ. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇപ്പൊ പറയുകയാണ് ഞാൻ പോയി അവന്റെ മുറിയിലിരിക്കണോ, ഞാൻ അവന് പിന്നെ എന്തോ കെട്ടിപ്പിടിച്ച് പിന്നെ സംസാരിക്കണോ, മെന്റൽ സപ്പോർട്ട് കൊടുക്കണോ എന്ന രീതിയിലൊക്കെ നീ പറയുമ്പോൾ നീ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം. അതിന് നീ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു 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 എക്സ്ട്രാ വാക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. അതായത് കിച്ചു പ്രായപൂർത്തിയായി, പിന്നെ അതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, അവന് എന്നെ ഒരു അമ്മയായിട്ട് കാണുന്നില്ല എന്ന രീതിയിലേക്ക് നീ അത് കൊണ്ടുവെക്കുകയല്ലേ. ഓക്കെ, ഇത് തന്നെയല്ലോ കിച്ചു പറഞ്ഞത്. ഇനി നാളെ ഇനി എന്തോ എനിക്കിതെതിരെ പീഡന കേസ് വരെ പറയാൻ സാധ്യതയുണ്ടെന്ന്. ഇത് തന്നെയായിരിക്കും അതിന്റെ അർത്ഥം. അത് നീ പറയാതെ പറയുകയാണ് ഇവിടെ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്തൊരെണ്ണം കേട്ടു നോക്കണം. കൊല്ലം സുധിയെ കുറിച്ചാണ് പറയുന്നത്. കൊല്ലം സുധിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ അവിടെ നിന്ന സമയത്തും വാർക്കപ്പണിക്ക് പോയി ഈ പറയുന്ന കൊല്ലം സുധിയെ സഹിതം നോക്കിയത് ഈ രേഷ്മ പി തങ്കച്ചന്റെ അച്ഛൻ തങ്കച്ചനാണെന്നും എന്ന രീതിയിലൊക്കെയാണ് തള്ളി മറിക്കുന്നത്. അതൊന്ന് കേട്ടു പോയി. എന്തൊക്കെയാണ് ഇപ്പൊ കൊല്ലം സുധിയെയും വേണ്ട, കിച്ചുവിനെയും വേണ്ട, അവരാരും ജോലിയില്ലാത്തവരായിരുന്നു. ഈ പറയുന്ന കൊല്ലം സുധി പൈസ ഒന്നും കൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. കൊല്ലം സുധി ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാവേ, ഇത് കേക്ക്. എല്ലാവർക്കും കൂടെ അതാണ് ചെലവ്. അതുപോലെ അവരൊരു സാധനം മേടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ തരും. ഒരു വീട്ടിലുള്ള അംഗത്തിന് കൊടുക്കുന്ന ഉടനെ ചെലവ് നോക്കുന്നതാണോ? എനിക്കറിയില്ല. എല്ലാവരും നോക്കുന്നതാണോ? അതെനിക്കറിയില്ല. അതിന്റെ ആ ഒരു മാനദണ്ഡം എനിക്കറിയില്ല. പിന്നെ ചേട്ടനെ സംബന്ധിച്ച് എല്ലാം ചേട്ടന് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും നോക്കാനും സന്തോഷിപ്പിക്കാനും സന്തോഷമാണ്. പിന്നെ അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. അതൊന്നും അല്ലെന്നേ. ഈ പറയുന്ന കൊല്ലം സുധി വന്ന് താമസിച്ചെടുത്ത് ആ അച്ചാന്റെ വീട്ടിലായിരുന്നു, ആ നമ്മുടെ ബേബിച്ചാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചത്. അവിടെ ഇതങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ പറയുന്ന 10 അംഗ കുടുംബമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന കൊല്ലം സുധിയുടെ കൂടെ ജീവിക്കാൻ വന്ന ഈ രേണു ആയിരുന്നുവെങ്കിൽ രേണുവും കൊല്ലം സുധിയും ഈ പറയുന്ന ചെറുക്കനും അവിടെ കണ്ടാ പോരായിരുന്നോ? പക്ഷെ അവിടെ അങ്ങനെ അല്ലായിരുന്നു അവസ്ഥ. എന്നിട്ട് തള്ളി പോവുക. പിന്നെ കൊല്ലം സുധിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരെയും ഊട്ടാൻ വേണ്ടി. ഓക്കെ, ബാക്കി സന്തോഷമാണ്. അതുപോലെ എൻ്റെ അപ്പനും നോക്കിയിട്ടുണ്ട്. അപ്പൻ 2 വിട്ട് കിടക്കുന്നതിന് മുന്നേ വരെ അപ്പൻ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോദിച്ചു. സൂചിച്ചേട്ടൻ എപ്പോഴും ജോലിയൊന്നും ഇല്ലായിരുന്നു. അതെ, കൊല്ലം സുധിക്ക് എവിടാ ജോലി? ഒന്നും ഇല്ലായിരുന്നു. അവനോട് സമ്പാദിച്ചിട്ടുണ്ട്? ഒന്നും ഇല്ലെന്നേ. അന്നും ഈ പറയുന്ന തങ്കച്ചനായിരുന്നു എല്ലാം അധ്വാനിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ മരുമോന് ജോലിയില്ലെന്ന് കാണുമ്പോ തങ്കച്ചൻ കൊണ്ട് കൊടുക്കുമായിരുന്നു, മരുമോനെ ഊട്ടിക്കുമായിരുന്നു. അയ്യോ, കൊള്ളാമേ. ഓക്കെ, പറഞ്ഞോ. അന്നും കുറെ കടങ്ങൾ മേടിച്ചതിന്റെ കടം കൊടുക്കാത്ത ഫോൺ കോളുകളൊക്കെ നമ്മൾ കേട്ടതാ അല്ലയോ? ആൾക്കാർ വിളിക്കുമ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചതൊക്കെ എല്ലാവരും കേട്ടതല്ലേ? എന്തായാലും തള്ളിനൊരു കുറവുമില്ല. ബാക്കി സുചേട്ടൻ എപ്പോഴും ജോലിയിൽ വീട്ടിൽ ഇരുന്ന സമയമുണ്ട്. അന്നൊക്കെ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. ഇതും കൂടെ പറയണം. ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി അവർ. ഞാൻ ഒരു 1.5 മാസം സൂചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടിയിട്ട് വൊമിറ്റ് ചെയ്ത് സൂചേട്ടൻ ഇങ്ങനെ എല്ലാം തോലുമായിട്ട് 1 മാസം സൂചേട്ടൻ വെള്ളം ഇറക്കാതെ നിന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ പപ്പയമ്മയാണ് സൂചേട്ടനെ എടുത്താണ് കഞ്ഞികുടി. ആരെയും ഞങ്ങൾ അറിയിപ്പിച്ചിട്ടില്ല. ചേച്ചിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ ഇവരൊക്കെ എടുത്താണ് ഭക്ഷണം കൊടുത്തത്. ആർക്ക്? വെള്ളമിറക്കാതെ കിടന്ന കൊല്ലം സുധിക്ക്. ഇവള് പിന്നെ എവിടെ ആയിരുന്നു? ഇവള് ഭാര്യയല്ലയോ? ഇവളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇവളതൊന്നും ചെയ്തിട്ടില്ല. ഇവള് ചെയ്തതിന് പകരം അവരാ ചെയ്തതെന്ന് ഇവള് പറയുക. എന്തു കഥയാണ് നോക്കിക്കോണം. സ്വന്തം ഭാര്യയാന്ന് പറയുന്നവളല്ലയോ ഈ പറയുന്ന എന്താ പറയാ വയ്യാതെ കിടക്കുന്നവൻ ഇതൊക്കെ കൊണ്ടു കൊടുക്കേണ്ടത്. ഇവിടെ ചേട്ടത്തിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ അവരാണ് താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുത്തു എന്ന് പോലും. ഇനി അടുത്തത് പറയുന്നത് കേട്ട് നോക്കണം. അവിടെയാണ് കിടക്കുമ്പോൾ എന്താ പറയുക, സുധിച്ചേട്ടനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു കഥ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് കേട്ടു നോക്കി. ഞാൻ സുധിച്ചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. കിടക്കുമ്പോൾ നമ്മളിപ്പം ഭാര്യയും ഭർത്താവല്ലേ, ജസ്റ്റ് കെട്ടിപ്പിടിക്കുമ്പോൾ ഇതാരാ സുധിച്ചേട്ടൻ? നമ്മൾ അതെ ശരിയാ. ഇതാരാ, സുധിച്ചേട്ടനാണോ എന്ന് ചിന്തിച്ചു പോയെന്ന് പോലും. അപ്പം വേറെ ആരെങ്കിലും ആണോ എന്ന് മിസ്റ്റേക്കിൽ ചോദിച്ചതായിരിക്കാം. എന്തായാലും സുധിച്ചേട്ടൻ ഈ ഖനമായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. തള്ളൽ പോരട്ടെ. സുധിച്ചേട്ടൻ എന്തുവാ സുധിച്ചേട്ടൻ ഇത്രയും ഒരു ഈർക്കല് പോലായിരുന്നു സുധിച്ചേട്ടൻ അന്ന്. ആരെ അറിയിച്ചിട്ടില്ലോ. അന്നുമൊക്കെ എൻ്റെ അപ്പനൊക്കെ ഈ ജോലിക്കൊക്കെ പോയല്ലേ ഇദ്ദേഹത്തെ നോക്കിയത്. അന്നൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഈ പറയുന്ന ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആരും ഇല്ലായിരുന്നല്ലോ. ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. അതെ ഒരുപാട് കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. അന്നൊന്നും നെഗറ്റീവ് അടിക്കുന്നവരില്ലായിരുന്നല്ലോ. തങ്കച്ചനാണ് അധ്വാനിച്ചുകൊണ്ട് അന്ന് കൊടുത്തത്. ഈ സുധി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വായിൽ അൾസർ വന്നിട്ട് അമ്മായിപ്പനും ഈ ചേട്ടത്തിയും ചേട്ടനും ഒക്കെയാണ് വാരി കോരി കൊടുത്തത്. ഈ രേണു ജസ്റ്റ് കെട്ടിപ്പിടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഈ പുള്ളിക്കാരി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കെച്ചുവിന് 5000, 7000, 10000 ഒക്കെ അയച്ചു കൊടുത്തിരുന്നു എന്ന്. പക്ഷെ സ്ക്രീൻഷോട്ട് കാണിച്ചത് 500, 200, 300 ഒക്കെയാണ്. അപ്പൊ തന്നെ പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയത്തില്ലയോ ഏറ്റവും കൂടുതൽ അയച്ചിരിക്കുന്ന തുക എന്താണെന്നുള്ളത്? ഈ 7000, 10000 ഒക്കെ അയച്ചു കൊടുത്തവരാണെങ്കിൽ അതല്ലയോ ആദ്യം കാണിച്ചു തരിക. എന്നിട്ടും തള്ള ഞാൻ കൊടുത്തിരുന്നു എന്നുള്ളത്. എന്തൊക്കെയാണോ
ഇനി അടുത്തൊരെണ്ണം കിച്ചുവിന്റെ മൂന്നാം അമ്മയാണ് എന്നുള്ള ഒരു വാദം കൂടെ വെക്കുന്നുണ്ട് പുള്ളിക്കാരി. അത് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അത് ചേർത്ത് പറയുകയാണ്. എന്തായാലും കിച്ചു പറഞ്ഞത് നല്ല രീതിയിൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ മാക്സിമം തെറ്റുകാരനാക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും ഒരു രണ്ടാനമ്മയോ ഞാനൊരു മൂന്നാനമ്മയാണ്. കിച്ചുവിൻ്റെ കാര്യത്തിൽ ഞാൻ മൂന്നാനമ്മയാണ്. എല്ലാവർക്കും അറിയാവുന്ന കിച്ചു തന്നെ പറയുന്നുണ്ട് മൂന്നാമത് വന്ന അമ്മയാണെന്ന്. സോ എന്ത് കാര്യമാണേലും എന്താ പറയുക, എനിക്കൊരിക്കലും മക്കളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഓരോരുത്തരുടെ അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവൻ ചെയ്യട്ടെ, അവൻ എന്തെങ്കിലും പറയട്ടെ. ഇവിടെ ഇവർ പറയുകയാണ്, ഞാൻ മക്കളെ തള്ളി പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും തള്ളി പറയില്ല, അവൻ എന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല എന്ന രീതിയിലൊക്കെ അല്ലേ ഇവിടെ പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞവർ തന്നെ പറയുകയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ, കിച്ചുവിനെ അങ്ങോട്ട് പുള്ളിക്കാർ വിളിച്ചിട്ട് പോലുമില്ല എന്ന്. അപ്പം ഏതമ്മയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സമയത്ത് ഈ ഒരു കാര്യം, ഈ വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ? ഞാൻ വിളിച്ചിട്ടില്ല. കാരണം അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ സംസാരിച്ചതല്ലേ, വീഡിയോ കോൾ ചെയ്തതല്ലേ. പെട്ടെന്ന് ഒരു വ്യക്തി മാറി സംസാരിക്കാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യും. പിന്നെ അവരെ വിളിച്ച് ഇളക്കി ഇതെന്താണെന്ന് ചോദിക്കണ്ടേ? ഞാൻ ഇന്ന് വരെ പിന്നെ വിളിച്ചിട്ടില്ല. നിന്റെ മകനെന്നല്ലോ നീ പറയണേ. നിന്റെ മകനെന്ന് നീ പറയുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവനെ വിളിച്ച് അത് എന്താടാ, എന്തിനാടാ നീ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നിനക്കാണ്. അപ്പൊ നീ അത് ചോദിച്ചിട്ടില്ല എങ്കിൽ നിന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടായിരുന്നു എന്നുള്ളതല്ലേ അതിന്റെ ആ ഒരു ഇത് അല്ലേ? അവിടെ നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നീ കിച്ചുവിനെ വീഡിയോ കോൾ വിളിക്കുന്നതല്ലാതെ നിനക്ക് അവനോടെങ്കിലും കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, അവരിങ്ങനെ വന്ന് പറഞ്ഞു അവന്റെ ലൈഫ് സ്റ്റോറിയുടെ 20% പറഞ്ഞപ്പോൾ നിനക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മോനെ എന്താടാ നീ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, നിനക്ക് ഇതൊക്കെ പറയാൻ പാടുണ്ടായിരുന്നോ, നീ ഇങ്ങനെ ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ അവനോട് സംസാരിക്കണ്ടായിരുന്നോ? അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അവനെ വിളിച്ചിട്ട് പോലും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ എന്ത് അമ്മയാണ് ഇവര് അമ്മയാണോ? അല്ല, ഇവര് ചുമ്മാ എന്താ പറയാ, കൊല്ലം സുധിയെ സ്വന്തമാക്കാൻ വേണ്ടി കിച്ചുവിന്റെ അടുത്ത് ഡ്രാമയൊക്കെ കാണിച്ച് കിച്ചുവിനെ എന്താ പറയാ സ്വന്തം മകനെ പോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഒടുവിൽ ആ ചെറുക്കൻ എന്താ പറയാ ഒരു അനാഥനെ പോലെ പിന്നെ വളരേണ്ടതായിട്ട് അവസ്ഥ വന്നതാ. ഓക്കെ, ബാക്കി വിളിച്ചിട്ടില്ല. ഞാൻ അവന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ഇടാറില്ല. ലൈക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ചെയ്തു. അവന് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അതിൽ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് പുള്ളിക്കാരി ഒരു ലൈക്ക് അടിച്ചിട്ടുള്ളത്. കമന്റ് ഒന്നും ഇടാറില്ല, ഒരു വീഡിയോയ്ക്ക് മാത്രം ലൈക്ക് അടിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര വലിയ വീരവാദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കേട്ടോണം. ഇവരുടെ വീട്ടുകാരൊക്കെ അവനെ വിളിച്ചിട്ട് അവരെടുത്തില്ല, പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നതെന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പൊ വീട്ടുകാരാണോ ആ ഒരു സ്ഥാനമാണോ രേണുവിനുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വീട്ടുകാർ വിളിച്ച് അവരെടുത്തിട്ടില്ല എങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം കാണും. അങ്ങനെ പക്ഷേ രേണു അങ്ങനെ അല്ലല്ലോ. രേണു വിളിച്ചാൽ അവൻ എടുക്കത്തില്ലേ? പക്ഷെ രേണു എന്തുകൊണ്ട് വിളിച്ചില്ല? പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാർ ഒരു 100 വിളി വിളിച്ച് അവൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിളിച്ചാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനായിട്ടൊന്നും പറഞ്ഞോ, ഞാനായിട്ട് പിണങ്ങിയോ, ആരോടും പിണങ്ങിപ്പോയിട്ടില്ല. ഇന്നും കിച്ചു അമ്മ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇന്നും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ഭയങ്കര വ്യക്തിയാണ്. അമ്മ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാനുള്ള ഒരു മനസ്സ് കൃത്യമായിട്ടും രേണുവിനുണ്ടെന്ന് രേണു പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിക്കുന്ന ആളെ ഒന്നും അങ്ങോട്ട് വിളിച്ചു നോക്കാത്തത്? ഒന്ന് വിളിച്ചു നോക്കണ്ടേ? എന്താ കിച്ചു, നിനക്ക് എന്ത് പറ്റി എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? പിന്നെ ഇവരുടെ വീട്ടുകാർ 100 വട്ടം വിളിച്ചെന്ന് പുള്ളിക്കാരിക്ക് എങ്ങനെ അറിയാം? കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തങ്കച്ചൻ കുത്തിയിരുന്ന് കൗണ്ട് ചെയ്ത് വെച്ചിട്ട് അത് പറഞ്ഞായിരുന്നു മോളോട്, ഇങ്ങനെ ഞാൻ 100 വട്ടം കിച്ചുവിനെ വിളിച്ചു എന്ന്. തള്ളുമ്പോൾ കുറച്ച് രീതിയിലൊക്കെ തള്ളു. ഓക്കെ, കിച്ചു അമ്മയെന്ന് വിളിച്ചാൽ ഞാൻ ഏറ്റെടുക്കും. അയ്യോ, തള്ളല്. ഇനിയുമാണ് നിങ്ങൾ കേൾക്കേണ്ട മക്കളെ സബ്സ്ക്രിപ്ഷന്റെ കഥ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അയ്യോ, പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും. മുട്ടായി തിന്നുന്നതും നാരങ്ങ തിന്നുന്നതും പുതിയ പുതിയ സാധനങ്ങൾ ഇറക്കണം. മുട്ടായി തിന്നുന്നത്, മറ്റേ പിന്നെ നാരങ്ങ ചപ്പി തിന്നുന്നത് എല്ലാം ഇറക്കണം. അത് കാണാനായിട്ട് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പൈസ ഇപ്പൊ കൂട്ടുന്നില്ല, പോകെ കൂട്ടും എന്നുള്ള രീതിയിലേക്കാണ് ആടെ ആ ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്കി റേറ്റ് കൂട്ടാൻ പോകണോ ഈസ്റ്റർ കഴിയുമ്പോൾ? എത്ര ഓഫർ അല്ല ഇപ്പോഴത്തെ റേറ്റ്? 199 ആണ്. എത്ര കൂട്ടിയാലും എടുക്കും ആരാധകര്? തീർച്ചയായിട്ടും ആരാധകർ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്, അതാണ് മെസ്സേജൊക്കെ വരാറുണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്, എന്താ പറയാ പുള്ളിയുടെ കാലിനെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള അടിമകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ പുള്ളിക്കാരി എന്തിട്ടാലും കാണാൻ ആൾക്കാരുണ്ട്. എത്ര രൂപ കൊടുത്തും ആൾക്കാർ അത് മേടിക്കും എന്നുള്ളതാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനിയും പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സബ്സ്ക്രിപ്ഷനിൽ മറ്റേ ഈ ഇവിടുത്തെ മാലയൊക്കെ കാണിക്കുകയും വട കാണിക്കുകയും കാല് പൊക്കി മറ്റേ കാല് മൊത്തം കാണിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ ഈ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന ഒരു
ഉത്തരമുണ്ട്. അത് കേട്ടോ. ഷോള് താന്നിട്ട് ഇല്ല ഡ്രസ് കയറ്റി ഇട്ടു. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ഇറക്കിയിട്ടിട്ടാണ് ഇടുന്നത്. ഡെമോ ചെയ്ത അപ്പം അത് റീച്ചിന് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. അത് എന്തുവാകട്ടെ, ഇപ്പം ഞാൻ മുട്ടായി തിന്നുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇവന്മാർ തന്നെ എടുത്ത് പുറത്ത് ഞാൻ മുട്ടായി തിന്നുമല്ലേ, അതിനകത്ത് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് എക്സ്ക്ലൂസീവ് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കാൻ ഞാനത് കൊടുക്കും. അത് ഇതിപ്പം എന്നാ പറയുക, ഇവർ ഈ പറയുന്ന പോലെ ഇവള് മുട്ടായി തിന്നുന്നതാണ് ആ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് എക്സ്ക്ലൂസീവായിട്ട് ഇവൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ മുട്ടായി തിന്നുമ്പോൾ ഇവൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ചുരിദാറിലൊക്കെ നല്ലപോലെ മറച്ചിട്ടുണ്ടല്ലോ. പക്ഷേ മറ്റേതിൻ്റെ അകത്ത് അങ്ങനല്ല. അവൾ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇവള് മാല കാണിക്കുന്നുണ്ട്, ഇവിടെ ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവളിരുന്ന് വെച്ച് കാച്ചുന്നത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കാൻ മാത്രം അവൾ മറ്റേ ഈ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നോർമലായിട്ട് ഡ്രസ്സ് അവൾ വെളിയിലിടുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുക, ഇവിടെ ശരീരഭാഗങ്ങൾ കാണാൻ വേണ്ടി അതിൽ കയറണം എന്നാണ് ഇവൾ പറഞ്ഞു വെക്കുന്നത്. കേട്ടോ ബാക്കി. ഇതിപ്പം എന്നാ പറയുക, ഇവർ ഈ പറയുന്ന പോലെ എനിക്കിപ്പം ഷോള് അങ്ങനെ ഇട്ടിട്ട് സംസാരിക്കണം തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കിപ്പം പബ്ലിക്കായിട്ട് എനിക്കിപ്പം അങ്ങനെ ചെയ്യണ്ടെന്ന് തോന്നിക്കൊണ്ട് ഞാൻ ഷോള് കയറ്റിയിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ റീൽ ചെയ്തു. അതിനുള്ള ഉത്തരം അതാണ്. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ. അതെ അതെ അതെ, അത് കറക്റ്റാണ്. പബ്ലിക്കിൽ ഇപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ എക്സ്ക്ലൂസീവ് ആയിട്ട് മെറ്റേന്റെ അകത്ത് ഞാൻ മാത്രമേ ചെയ്യത്തുള്ളൂ, മെറ്റേന്റെ അകത്ത് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി. അവിടെ എനിക്ക് കുറെ കൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ അവിടെ ഞാൻ ഇനി കാണിക്കത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇനി അങ്ങനെ പബ്ലിക്കിൽ ആരും കണ്ട് സൂഹിക്കണ്ട എന്നാണ് ചേച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ ജനത്തിരക്കാണെന്നാ പറയണേ. അങ്ങനെ മറ്റേ കോട്ടയം തൊട്ട് അങ്ങ് എറണാകുളം ആ വഴി മൊത്തം ബ്ലോക്കാണ് പുള്ളിക്കാരിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ വേണ്ടി. ജനത്തിരക്ക് എത്രയുണ്ടെന്ന് അറിയാമോ? അതാണ്. അയ്യോ, വലിയ സംഭവമാണ്. എന്തായാലും കിച്ചു പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. കിച്ചുവിന്റെ ഭാഗത്ത് ശരിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിച്ചുവിനെ ഇപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കിച്ചു മോനെ, നീ ബാക്കിയൂടെ വന്ന് പറയണം. നീ ബാക്കി വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന രേണു ഇനി പുഴുത്ത് അടുത്ത കാര്യങ്ങൾ പറയും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ രേണു ഇനി ഒരു മാറ്റിപ്പറച്ചിലുണ്ട്, അതുകൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്. എന്തായാലും താമസിക്കാതെ കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറിയുടെ ബാക്കി ഭാഗം പറയുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേക്ഷകരെ? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റാങ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.